പത്രങ്ങൾ ഇന്ന് എങ്ങനെയാണ് ഈ ഇന്നലത്തെ വാർത്താ സംഭവങ്ങളെ വിശദീകരിച്ചിരിക്കുന്നതെന്നും ലീഡാക്കിയിരിക്കുന്നതും എന്നുകൂടി നമുക്കിന്ന് നോക്കാം. പ്രധാനമായി നമ്മൾ മനോരമയിലേക്ക് എത്തിയാൽ മനോരമയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് സമരച്ചൂട് എന്ന ഒരു തലക്കെട്ടിൽ ഇന്നിപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ നടത്തുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന കേരളത്തിലെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ അവരൊക്കെ ഇന്നലെ ഡൽഹിയിൽ 9 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. അപ്പോൾ ആ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ചൂട് കുപ്പായത്തിലേക്ക് കയറിയ ചിത്രമടക്കമാണ് മനോരമ ആദ്യ പേജിൽ കൊടുക്കുന്നത്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആദ്യ പേജിൽ തന്നെ നൽകുന്നു. സ്വകാര്യ സർവകലാശാല ബിൽ വരാൻ പോവുകയാണ്. സ്വകാര്യ സർവകലാശാല ബിൽ വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നേരത്തെ ബഡ്ജറ്റിൽ വിദേശ സർവകലാശാലയും സ്വകാര്യ സർവകലാശാലയും അനുവദിക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുന്ന സമയത്തു തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശുപാർശകൾ സ്വീകരിച്ച് നിയമവകുപ്പ് സ്വകാര്യ സർവകലാശാല ബിൽ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ്. വിദേശ യൂണിവേഴ്സിറ്റിയും വരും. പക്ഷേ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ വേണം വരാൻ എന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ എങ്ങനെയാണ് അത് സാധ്യമാവുക എന്ന ചോദ്യം ഇപ്പോഴും നിയമവിദഗ്ധർ ചോദിക്കുന്നു. സ്വകാര്യ സർവകലാശാല വരുമ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും അതിൽ ഉണ്ടാവുക സാധ്യമാണോ? എന്തായാലും വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അത് ബാധകമല്ല. അപ്പോൾ സംവരണമടക്കമുള്ള കാര്യങ്ങൾ വിദേശ സർവകലാശാലയിൽ ഉണ്ടാവില്ല. പക്ഷേ സ്വകാര്യ സർവകലാശാലകളിൽ സംവരണമടക്കം ഏർപ്പെടുത്തണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ബില്ലിൽ പറയുന്നതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഏകവ്യക്തി നിയമ ബിൽ പാസാക്കിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. ലിവിംഗ് റിലേഷൻഷിപ്പിലടക്കം കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നും ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്ററാക്കണമെന്നുള്ള ഉപാധി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഏക സിവിൽ കോഡ് നിയമം പാസാക്കിയിരിക്കുകയാണ്. ഇനി ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമമായി തീരും. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. അതിനു മുൻപ് പോർച്ചുഗീസ് സിവിൽ കോഡ് കൊണ്ടുവന്ന ഗോവയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഡൽഹി പ്രതിഷേധം ഇന്ന് നടക്കുന്നു എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒപ്പം ഗവർണറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഗവർണർ രാജ്ഭവനിൽ തന്നെ തുടരുകയാണ്. ഇന്ന് കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കേരള ഹൗസിനടുത്ത് കേരളത്തിലെ മന്ത്രിമാരും നേതാക്കളും നടത്തുമ്പോൾ കേരള ഹൗസിൽ ഗവർണറുടെ സാന്നിധ്യമുണ്ട്. ഗവർണർ അവിടെ മറ്റൊരു കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അപ്പോൾ ഗവർണർ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇതാണ്: ആർക്ക് സമരം ചെയ്യാം, ഇതൊരു ജനാധിപത്യ സ്ഥലമാണല്ലോ എന്നാണ്. പത്രം ഈ സമരവും വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്തയായി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ഒപ്പം KSIDCയിൽ 3.5 മണിക്കൂർ കേന്ദ്ര സംഘത്തിന്റെ പരിശോധന എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. PSC പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തി ഇന്നലെ എന്ന വാർത്തയും കൊടുക്കുന്നു. ഇന്നലെ ഒരു യുവാവ് ഈ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് വേണ്ടി അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയപ്പോൾ ബയോമെട്രിക് പരിശോധന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ യുവാവ് പരിശോധന എത്തുന്ന സമയത്തിന് മുൻപ് തന്നെ ഹാളിൽ നിന്നിറങ്ങി ഓടി മതിൽ ചാടി കാത്തുനിന്നയാൾക്കൊപ്പം ബൈക്കിൽ ചാടി രക്ഷപ്പെട്ട വാർത്തയും പത്രം കൊടുക്കുന്നു. ടോൾ ബൂത്തിൽ കാത്തുനിൽക്കേണ്ടതില്ല, പണം ഉപഗ്രഹം വഴി നേരിട്ട് എന്ന വാർത്ത എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ വാർത്തയും പത്രം കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇന്നലെ കുവൈറ്റിൽ നിന്ന് 3 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടി ഒരു ബോട്ട് കട്ടെടുത്തെത്തിയ വാർത്തയുണ്ട്. അത് ബോംബെ തീരത്തിലേക്ക് എത്തിയപ്പോൾ ആളുകൾ അല്പം ഭയന്നു. നമുക്കറിയാവുന്നതുപോലെ ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടത്തിയതും ഇങ്ങനെ ബോട്ടുകളിൽ വന്നവരാണ്. അപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ വിദേശ രാജ്യത്തു നിന്നും ഒരു ബോട്ട് മുംബൈ തീരത്തേക്ക് അടുത്തു. എന്തായാലും ഈ തൊഴിലുടമയുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഇന്ത്യക്കാരായ 3 മത്സ്യത്തൊഴിലാളികൾ ബോംബെ തീരത്തേക്ക് വന്നത്. വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. PF തുക കിട്ടാത്തത് കാരണം EPF ഓഫീസിൽ വിഷം കഴിച്ച ശിവരാമൻ എന്നയാൾ മരിച്ച വാർത്തയും പത്രം ലീഡായി തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കൊടുക്കുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയുടെ ആദ്യ പേജിൽ വിദേശ സർവകലാശാലയിൽ സർക്കാരിന് പങ്കില്ല, അധികാരം UGCക്കാണ് എന്നതാണ് ലീഡായി നൽകിയിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെങ്കിലും വിദേശ സർവകലാശാലയിൽ ആ അധികാരം UGCക്കായിരിക്കും. UGC തീരുമാനിക്കുന്ന ഒരു സമിതിയായിരിക്കും വിദേശ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുക. ഇതിന് ഇടയിൽ മലേഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ അപേക്ഷ UGCക്ക് ലഭിച്ചിട്ടുണ്ട്. ലിങ്കൺ സർവകലാശാലയാണ് വന്നിരിക്കുന്നത്. അന്തർദേശീയ റാങ്കിങ്ങിൽ 500ാമത്തെ റാങ്കിന് മുകളിലുള്ള എല്ലാ സർവകലാശാലകൾക്കും ഇന്ത്യയിൽ സർവകലാശാലയുടെ ക്യാമ്പസുകൾ തുടങ്ങുന്നതിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിയന്ത്രണം സർക്കാരിന് വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി. വിദേശ സർവകലാശാലയിൽ കുടുംബശ്രീ പൂട്ടുന്നതാണ് നല്ലത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ കൊടുക്കുന്നു. സർക്കാർ കൊടുക്കുന്ന പണം ഈ കുടുംബശ്രീക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി ചോദിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത് 8,000 കോടി രൂപയുടെ പങ്കാളിത്ത പെൻഷൻ കേരളം മടക്കി ചോദിക്കുന്നുണ്ട്. PFDയുടെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി പങ്കാളിത്ത പെൻഷൻ കൊടുത്തപ്പോൾ അതിലേക്ക് നമ്മൾ അടച്ചിരിക്കുന്ന പണമുണ്ടല്ലോ, ആ പണം തിരിച്ചു നൽകുമോ
എന്നതിലാണ് സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുള്ളത്. രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധിയുണ്ട്. എന്തായാലും നമ്മൾ പണം തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. 8,000 കോടി തിരിച്ചു തന്നാൽ പങ്കാളിത്ത പെൻഷന് പകരം പുതിയ ഒരു ആനുവൽ അഷ്വേർഡ് ഇൻകം ഉറപ്പുവരുത്തുന്ന പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനം. PF-ന്റെ മിനിമം പെൻഷൻ കൂട്ടിയിരിക്കുന്നു എന്ന വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. എക്സാലോജിക്ക് പാർട്ടിക്കുള്ളിൽ CPM വിശദീകരിച്ചു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. കോടതി ഫീസുകളിൽ വർധനമുണ്ടാവുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. KSIDCയിലെ SFIO അന്വേഷണം തടയില്ല എന്ന വാർത്തയും ഉണ്ട്. അത് ഇന്നലെ കോടതിയിൽ ആ വാർത്ത എത്തിയിരുന്നു. കോടതിയിൽ KSIDC അന്വേഷണം തടയണമെന്നുള്ള ഹർജി എത്തിയിരുന്നു. പക്ഷേ ആ ഹർജി കോടതി ഇന്നലെ തള്ളുകയായിരുന്നു. PF ഓഫീസിൽ വിഷം കഴിച്ചയാൾ മരിച്ച വാർത്തയും പത്രം ആദ്യത്തെ പേജിൽ തന്നെ നൽകുന്നു. ദേശാഭിമാനി നൽകുന്ന വാർത്ത അർഹമായത് നേടാൻ രാജ്യ തലസ്ഥാനത്ത് നിന്ന് സമരജ്വാല എന്ന വലിയ രീതിയിലുള്ള ഒരു ആദ്യ പേജ് പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ഹൗസിൽ നിന്ന് ജാഥയായി സമരവേദിയിലെത്തും 11 മണിക്ക്. ജിന്ദർ മന്ദിറിലുള്ള പ്രത്യേക വേദിയുണ്ട്. നീതി തേടി കർണാടകം എന്ന വാർത്തയും ഇന്നലെ കർണാടകയുടെ സമരത്തിന്റെ വാർത്തയും നൽകുന്നുണ്ട്. DMK-യുടെ പ്രതിഷേധ വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ആനുകൂല്യം നിഷേധിച്ച ഒരു അർബുദബാധിതനായ EPF കാരൻ, അതായത് ശിവരാമൻ ജീവനൊടുക്കിയ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ PF ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ ദേശാഭിമാനി ആദ്യ പേജിൽ കൊടുക്കുന്നു. പാകിസ്ഥാൻ ഇന്ന് ബൂത്തിലേക്ക് എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ ക്യാരി ചെയ്യുന്നുണ്ട്. ഹിന്ദുവിലേക്ക് എത്തിയാൽ ഒപ്പോസിഷൻ ഈസ് ക്രിയേറ്റിംഗ് എ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ ഇന്നലെ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് ആദ്യ പേജിലെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നത്. കർണാടക ലീഡേഴ്സ് ഹിറ്റ് ഔട്ട് അറ്റ് സെന്റർ ആസ് ദേ പ്രൊട്ടസ്റ്റ് ഇൻ ഡൽഹി എന്ന വാർത്തയും ആദ്യ പേജിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കൊടുക്കുന്നു. സ്റ്റേറ്റ് സഫറിംഗ് ഡ്യൂ ടു സെന്റേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്ന പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലെ ലീഡും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ പത്രം കൊടുക്കുന്നുണ്ട്. ഇന്ന് 30 പേർ പാകിസ്ഥാനിലെ സ്ഫോടനങ്ങളിൽ ഇന്നലെ മരിച്ച വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. നിതീഷ് കുമാറിനെ അയോഗ്യനാക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഇന്നലെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നിതീഷ് കുമാർ അയോഗ്യനാക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ബീഹാറിലെ സ്പീക്കർ നിതീഷ് കുമാർ സഭയിൽ വിശ്വാസ വോട്ട് തേടുന്നതുവരെ സഭയിൽ തുടരും എന്ന് പറഞ്ഞിരിക്കുന്നതും പത്രമാദ്യം പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നുണ്ട്. ശരത് പവാർ ഫാക്ഷൻ ഗെറ്റ്സ് എ ലോങ് നെയിം. ശരത് പവാറിൻ്റെ ഫാക്ഷന് കിട്ടിയിരിക്കുന്ന പേര് നേരത്തെ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് NCPയുടെ യഥാർത്ഥ അവകാശമുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് പാർട്ടിയുടെ പേര് കണ്ടെത്താൻ ശരത് പവാറിനോട് പറഞ്ഞു. അപ്പോൾ ശരത് പവാർ കണ്ടെത്തിയിരിക്കുന്ന പാർട്ടിയുടെ പേര് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ എന്നാണ് ആ പാർട്ടിയുടെ പേര്. ഒരുപക്ഷെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും ദൈർഘ്യം കൂടിയ പാർട്ടി പേരുള്ള പാർട്ടിയായിട്ട് NCP ശരത് ചന്ദ്ര പവാർ മാറുന്നു. ക്ലോക്ക് സിംബൽ അജിത് പവാർ തന്നെ നിലനിർത്തുന്നുണ്ട് NCP എന്ന പേരും. BJP BJD ഇൻ പാർട്ട്ണർഷിപ്പ് ഇൻ ഒഡീഷ എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു വിമർശനവും ഒഡീഷയിലേക്കെത്തിയ ന്യായയാത്രയുടെ ഭാഗമായി പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്.